ഹായ് ഓൾ, R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 3 ദിവസത്തെ തുടർച്ചയായ പോസിറ്റീവ് ക്ലോസിംഗിന് ശേഷം നിഫ്റ്റി ഇന്ന് 0.38% ഡൗൺ ആയിട്ട് ഏകദേശം 96 പോയിന്റിന്റെ ഒരു ഇടിവോടുകൂടി നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നിഫ്റ്റി ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഗെയിന് അത് പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്ന രീതിയിലുള്ള ഒരു ക്ലോസിംഗ് ആണ് ഇന്ന് കണ്ടത്. അപ്പോൾ ഈ 25,327 ഈ ഒരു ലെവലിൽ ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് നിഫ്റ്റി ടച്ച് ചെയ്യുന്നത്. നമുക്കറിയാം, ഇതിന് മുമ്പത്തെ ദിവസം അവിടെ ക്ലോസ് ചെയ്തിരുന്നു. അതിനുശേഷം ഇന്നലെ അപ്സൈഡ് പോയ നിഫ്റ്റി ഈ ഒരു ലെവലിൽ വന്ന് അവിടെ നിന്നാണ് തിരിച്ചു കയറിയത്. ഇപ്പോൾ ഇന്ന് മൂന്നാമതും ആ ലെവലിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ തുടർച്ചയായിട്ട് ഈ ലെവൽ ഇങ്ങനെ ടച്ച് ചെയ്യുന്നത് അതിൽ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതൊരു സപ്പോർട്ട് ലെവലായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റി ഇനിയും താഴോട്ടേക്ക് പോകാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ ഈ ആഴ്ച പോസിറ്റീവിൽ മൊത്തത്തിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തതോടുകൂടി കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് തുടർച്ചയായി നിഫ്റ്റി പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ 5 മാസത്തെ ആദ്യമായി കാണുന്ന ഒരു പ്രതിഭാസമാണ്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 3 വീക്ക് പോസിറ്റീവ് ക്ലോസ് ചെയ്തിട്ട് ഈ 3 വീക്ക് കൊണ്ട് ഏകദേശം 4% അപ്സൈഡ് മൂവാണ് നിഫ്റ്റി 50 ബെഞ്ച് മാർക്കിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ പൊതുവേ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത് ബ്രോഡ് മാർക്കറ്റിൽ നല്ല ബൈങ് ഉണ്ട്. അത് ലാർജ് ക്യാപ്പ് എന്നോ മിഡ് ക്യാപ്പ് എന്നോ സ്മോൾ ക്യാപ്പ് എന്നോ വകതിരിവില്ലാതെ എല്ലാ മാർക്കറ്റ് ക്യാപ്പുകളിലും ബൈങ് ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നത് നിഫ്റ്റി 50യിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. അപ്പോൾ അവിടെയാണ് കാര്യമായി ഡൗൺ ആയത്. എന്നാൽ നിഫ്റ്റി നെക്സ്റ്റ് 50 0.58% അപ്പാണ്. നിഫ്റ്റി മിഡ് ക്യാപ്പും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. നേരിയ തോതിലാണെങ്കിലും സ്മോൾ ക്യാപ്പ് 250യും മിഡ് ക്യാപ്പ് 150യും പോസിറ്റീവിലാണ്. അതുപോലെ മൈക്രോ ക്യാപ്പ് 250 0.36% അപ്സൈഡ് പോയിട്ട് നല്ല ബൈങ് ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് വളരെ ആക്റ്റീവായിട്ട് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അഡ്വാൻസ് ചെയ്ത സ്റ്റോക്കുകൾ ഡിക്ലൈൻ ചെയ്ത സ്റ്റോക്കുകളേക്കാൾ കൂടുതലായിട്ടാണ് ഇന്നും കാണുന്നത്. ഇപ്പോൾ BSEയിൽ 49% സ്റ്റോക്കുകൾ അപ്സൈഡ് പോയി, 46% സ്റ്റോക്കുകളാണ് ഡിക്ലൈൻ ചെയ്തത്. അതുപോലെ NSEയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അഡ്വാൻസ് ചെയ്ത സ്റ്റോക്കുകൾ 1600 വിലയുണ്ട്, ഡിക്ലൈൻ ചെയ്ത സ്റ്റോക്കുകൾ 1400 വിലയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ മാർക്കറ്റിന്റെ മൂഡ് തീർച്ചയായിട്ടും ആ ഒരു എക്സ്ട്രീം ഗ്രീഡ് സോണിൽ എത്തിയതായിട്ടാണ് ആ ഇൻഡെക്സ് സൂചിപ്പിക്കുന്നത്. സെക്ടറുകളിലേക്ക് വന്നാൽ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് സെക്ടറുകളിൽ കാണുന്നത്. കാര്യമായ ഒരു സെക്ടർ മൂവ് ഉണ്ടായിട്ടുള്ളത് PSU ബാങ്ക് ഇൻഡെക്സ് മാത്രമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർന്ന് വരുന്ന ആ ഒരു മൊമെന്റം PSU ബാങ്ക് സ്റ്റോക്കുകളിൽ തുടരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇന്ന് മാർക്കറ്റിൽ കണ്ട മറ്റൊരു കാര്യം അദാനി സ്റ്റോക്കുകളിൽ ഉണ്ടായിട്ടുള്ള റാലിയാണ്. അപ്പോൾ അദാനി ഗ്രൂപ്പ് സ്റ്റോക്കുകളിൽ അദാനി പവർ 12% അപ്സൈഡായി, അദാനി ടോട്ടൽ ഗ്യാസ് 7%, അദാനി ഗ്രീൻ എനർജി 5% മുകളിൽ പോയി, അദാനി എന്റർപ്രൈസസ് 5% മുകളിലുണ്ടായിരുന്നു. അതുപോലെ NDTV ഏകദേശം 5% മൊമെന്റമാണ് കാണിച്ചത്. അതുപോലെ അദാനി എനർജി സൊല്യൂഷൻ, അദാനി പോർട്ട്, അംബുജ സിമെന്റ് പോലെയുള്ള സ്റ്റോക്കുകളൊക്കെ ഇന്ന് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ അദാനി ഗ്രൂപ്പ് സ്റ്റോക്കുകളുണ്ടായ ഈ ഒരു മൂവിന് കാരണം സെബിയുടെ ഒരു റിപ്പോർട്ടാണ്. അപ്പോൾ സെബി അദാനിക്ക് അനുകൂലമായിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടാണ് നൽകിയിട്ടുള്ളത്. നമുക്കറിയാം, അദാനി ഗ്രൂപ്പ് 2023 ജനുവരിയിൽ ഹിൻഡൻബർഗിന്റെ വളരെ വിവാദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് അത് മാർക്കറ്റിനെ തന്നെ പിടിച്ചോടിക്കായിരുന്നു. അപ്പോൾ അദാനി സ്റ്റോക്കുകളിൽ അക്കൗണ്ടിങ് ഇറഗുലാരിറ്റി ഉണ്ടെന്നും, അതുപോലെ അവർ കാര്യമായിട്ട് സ്റ്റോക്ക് മാനിപ്പുലേഷൻ നടത്തുന്നുണ്ടെന്നും, അതുപോലെ ഷെൽ കമ്പനികൾ ഉപയോഗിച്ച് ഇവർ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് നടത്തുന്നുണ്ടെന്നും ഒക്കെയുള്ള ആരോപണമായിരുന്നു ഹിൻഡൻബർഗ് ഉന്നയിച്ചത്. അപ്പോൾ ലോകത്തിലെ സമ്പന്നരുടെ പട്ടികയിൽ 3-ാം സ്ഥാനത്ത് ആ സമയത്ത് അദാനി നിൽക്കുമ്പോഴാണ് ഇങ്ങനെയൊരു ഹിൻഡൻബർഗ് റിപ്പോർട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അദാനി സ്റ്റോക്കുകളിൽ ഉണ്ടായിട്ടുള്ള ക്രാഷ് അത് കാരണം ഏകദേശം $100 ബില്യൺ ഒരു മാർക്കറ്റ് വാല്യൂ മൊത്തം അദാനി ഗ്രൂപ്പ് സ്റ്റോക്കുകൾ ഇല്ലാതായിരുന്നു. അപ്പോൾ വലിയ രാഷ്ട്രീയ കോലാഹലങ്ങളും വിവാദങ്ങളും ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഹിൻഡൻബർഗ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോർട്ടിൻ്റെ ഡയറക്ഷൻ്റെ അടിസ്ഥാനത്തിലാണ് സെബി ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ തയ്യാറായത്. അപ്പോൾ സെബിയുടെ അന്വേഷണത്തിൽ നിന്നും അവർ കണ്ടെത്തിയിട്ടുള്ളത് അദാനി പോർട്ട് അവർ മൈൽ സ്റ്റോൺ അതേപോലെ റേവാർ പോലെയുള്ള കമ്പനികൾക്ക് ലെൻഡ് ചെയ്തതും, ആ കമ്പനികൾ അദാനി പവറിനും അദാനി എന്റർപ്രൈസസിനും ലെൻഡ് ചെയ്തതും അത്തരത്തിലുള്ള ആരോപണങ്ങളാണ് അവർ അന്വേഷിച്ചത്. അതൊരു റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ പരിധിയിൽ വരുന്നതല്ലെന്നും, കാരണം 2021 ഉണ്ടാക്കിയിട്ടുള്ള സെബിയുടെ നിയമങ്ങൾ ഈ ട്രാൻസാക്ഷൻ അത്തരമൊരു പരിധിയിൽ വരുന്നില്ല എന്നാണ് സെബി കണ്ടെത്തിയിട്ടുള്ള കാര്യം. എന്നാൽ 2022 ശേഷം വന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇത് ബാധിക്കുമായിരുന്നു. പക്ഷേ ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ നടക്കുന്നതിന് മുമ്പാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ലൂപ്പോൾ ഉപയോഗിച്ചാണ് ഇവിടെ ഇപ്പോൾ അദാനി രക്ഷപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം തുടരുന്നതിൽ യാതൊരു പ്രസക്തിയില്ലെന്നും ഈ അന്വേഷണം ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് അദാനി സ്റ്റോക്കുകൾക്ക് ഒരു ക്ലീൻ ചിറ്റ് ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. എന്നാൽ നമുക്കറിയാം, അദാനി സ്റ്റോക്കുകൾ നിരന്തരം പല വിവാദങ്ങളിലും പെടാറുണ്ട്. അവർ അമേരിക്കയിൽ വേറൊരു ആരോപണം നേരിടുന്നുണ്ട്, അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ മാർക്കറ്റിൽ കാണുന്ന മറ്റൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം, US-ന്റെ 25% അഡീഷണൽ താരിഫ് അത് നവംബർ 30 വരെ ഉണ്ടാവുകയുള്ളൂ എന്നും അതിനുശേഷം അത് എടുത്തു കളയുമെന്നും ചീഫ് എക്കണോമിക് അഡ്വൈസറായിട്ടുള്ള V. അനന്ത നാഗേശ്വരൻ അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ചിൽ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ കൽക്കത്തയിൽ നടന്ന ഒരു റോഡ് ടു എക്കണോമിക് വേൾഡ്സ് 3rd ലാർജസ്റ്റ് എക്കണോമി എന്ന ഇവന്റിലാണ് ഈ രീതിയിലുള്ള ഒരു പരാമർശം
ഈ ചീഫ് എക്കണോമിക് അഡ്വൈസർ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ എക്കണോമിയുടെ ആ ഒരു സ്ട്രെങ്ത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഈ ഒരു താരിഫ് റിലേറ്റഡ് ഇഷ്യൂസ് അതൊരിക്കലും ഇന്ത്യൻ GDP വലിയ തോതിൽ ബാധിക്കില്ല എന്നുള്ളതാണ്. കാരണം ഇന്ത്യയുടെ 60% റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്നത് കൺസപ്ഷനിലൂടെയും, അതുപോലെ 30% വരുന്നത് ക്യാപിറ്റൽ ഫോർമേഷനിലൂടെയും, അതുപോലെ 21% വരുന്നത് എക്സ്പോർട്ടിലൂടെയും, 23% ഇമ്പോർട്ടിലൂടെയുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഔട്ട്സൈഡ് വേൾഡ് നടക്കുന്ന ഇത്തരം ഇഷ്യൂസ് ഇന്ത്യൻ എക്കണോമി ബേസിക്കലി ഒരു ഡൊമസ്റ്റിക് ഡ്രിവൺ എക്കണോമി ആയതുകൊണ്ട് തന്നെ വലിയ തോതിൽ ബാധിക്കില്ലെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. എങ്കിൽ പോലും ഈ ട്രേഡ് ടോക്ക് ഒരു മ്യൂച്വൽ ബെനിഫിഷ്യൽ അഗ്രിമെന്റിൽ എത്തുമെന്നും ഏഷ്യയിലുള്ള മറ്റ് പിയേഴ്സിനേക്കാൾ താഴെയുള്ള ഒരു താരിഫിൽ അത് ഏകദേശം 10 to 15% ആയിരിക്കുമെന്ന സൂചനയും അദ്ദേഹം നൽകുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇത്തരത്തിലുള്ള ഒരു താരിഫിലേക്ക് വരണമെങ്കിൽ ഇന്ത്യ എത്രമാത്രം വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുമെന്നാണ് പൊതുവെ ഇനി നമുക്ക് ഉറ്റുനോക്കാനുള്ളത്. ഇത് നമ്മൾ മറ്റൊരു സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, യെസ് ബാങ്ക് അത് പ്രതിസന്ധിയിലേക്ക് പോയി എന്നേക്കുമായി ഇല്ലാതാകുമായിരുന്ന ഒരു ബാങ്കായിരുന്നു. പക്ഷേ ഗവൺമെന്റ് SBIയിലൂടെ അതിൽ ഇടപെട്ടുകൊണ്ട് പ്രൈവറ്റ് ബാങ്കുകളുടെയൊക്കെ സഹായത്തോടെ യെസ് ബാങ്കിനെ കൈപിടിച്ചുയർത്തിയത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ അപൂർവ സംഭവമാണ്. സമാനതകളില്ലാത്തൊരു ചരിത്രമാണ് യെസ് ബാങ്കിന്റെ ഈ തിരിച്ചുവരവിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ തകർച്ചയിൽ പോകുമായിരുന്ന ആ യെസ് ബാങ്കിൽ ഗവൺമെന്റ് SBIയോട് ആവശ്യപ്പെട്ടത് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ്. കൂടാതെ മറ്റു പല പ്രൈവറ്റ് ബാങ്കുകളോടും ആവശ്യപ്പെട്ടു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ SBI 6000 കോടി ഇൻവെസ്റ്റ് ചെയ്തു. ഫെഡറൽ ബാങ്ക് ഏകദേശം 300 കോടിയാണ് ഇൻവെസ്റ്റ് ചെയ്തത്. കൊടാക് മഹീന്ദ്ര ബാങ്ക് 500 കോടി, IDFC ബാങ്ക് 250 കോടി, ബന്ധൻ ബാങ്ക് 300 കോടി, HDFC 1000 കോടി, ആക്സിസ് 600 കോടി, ICICI ബാങ്ക് 1000 കോടി. ഈ രീതിയിൽ അവർ യെസ് ബാങ്കിന്റെ ഷെയറുകൾ വാങ്ങുകയും അന്ന് 10 രൂപ റേഞ്ചിലാണ് ഈ ഷെയറുകൾ അവർക്ക് കിട്ടിയത്. ഇപ്പോൾ 2020 10 രൂപ ഉണ്ടായിരുന്ന ഷെയർ ഇപ്പോൾ 21 രൂപ 50 പൈസക്കാണ് ഇപ്പോൾ ജപ്പാനിലുള്ള സുമിറ്റോമോ മിത്സുയി ബാങ്കിങ് കോർപ്പറേഷൻ ഈ ഷെയറുകൾ ഈ ബാങ്കിങ് കമ്പനികളിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ SBI അവരുടെ 13%-ലധികമുള്ള സ്റ്റേക്ക് വിൽക്കുകയും ഇതേപോലെ തന്നെ മറ്റ് 7 പ്രൈവറ്റ് ബാങ്കുകളും അവരുടെ സ്റ്റേക്കൊക്കെ ഇവർ വിറ്റതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കിപ്പോൾ ഓൾറെഡി 20% ഷെയറാണ് ഈ ജപ്പാൻ ബാങ്കിന് യെസ് ബാങ്കിലുള്ളത്. അപ്പോൾ ഈ SMBC എന്ന് പറയുന്ന ഈ ജപ്പാൻ ബാങ്കിന്റെ ലക്ഷ്യം യെസ് ബാങ്കിൽ 51% ഓഹരി നേടുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അവർ ഓൾറെഡി 16,000 കോടി അഡീഷണൽ ആയിട്ട് നിക്ഷേപിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടോക്കിയോ ബേസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ബാങ്ക് ലോകത്തിലെ തന്നെ ടോപ്പ് 20 ബാങ്കുകളിൽ ഉൾപ്പെടുന്ന ഒരു ബാങ്കാണ്. 100,000 എംപ്ലോയീസ് ഉള്ള ഏകദേശം 40 രാജ്യങ്ങളിൽ പ്രസൻസ് ഉള്ള ഈ ഒരു കമ്പനി യെസ് ബാങ്കിനെ ഏറ്റെടുക്കുമ്പോൾ തീർച്ചയായിട്ടും യെസ് ബാങ്കിൽ അതിൻ്റെ ബിസിനസ് ഔട്ട്ലുക്ക് തന്നെ മാറാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ലോവർ സർക്യൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഡ്രീം ഫോൾക്സ് എന്ന് പറയുന്ന സ്റ്റോക്കിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഇതുവരെ ഈ സ്റ്റോക്ക് അതിൻ്റെ ഹൈയിൽ നിന്ന് 76% ക്രാഷ് ആയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ചൊവ്വാഴ്ച ആഫ്റ്റർ മാർക്കറ്റ് അവറിലാണ് ഇവർ ഒരു പ്രധാനപ്പെട്ട കാര്യം അനൗൺസ് ചെയ്തത്. അതായത് ഇവർ എയർപോർട്ട് ലോഞ്ച് ആക്സസ് ബിസിനസ്സിൽ അവരുടെ ക്ലയൻറ്റുകളുമായിട്ടുള്ള അവരുടെ കോൺട്രാക്റ്റ് പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുകയാണെന്നും അത് ഇമ്മീഡിയറ്റ് എഫക്റ്റ് ആയിട്ട് അവർ ഈ ബിസിനസ്സിൽ നിന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണ് എന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വാർത്ത പുറത്തു വന്നത് കൂടിയാണ് ഈ ഡ്രീം ഫോക്സ് ലോവർ സർക്യൂട്ടിലേക്ക് പോകാൻ ആരംഭിച്ചത്. എന്നാൽ ഡ്രീം ഫോക്സ് ഇതിനോടനുബന്ധിച്ച് അനൗൺസ് ചെയ്ത് അവരുടെ മറ്റ് ഡൊമസ്റ്റിക് സർവീസുകളും അതുപോലെ അവരുടെ ഗ്ലോബൽ ലോഞ്ച് ബിസിനസ്സും അത് കണ്ടിന്യൂ ചെയ്യുമെന്നുമാണ്. അപ്പോൾ അവരുടെ ഒരു പ്രധാന ബിസിനസ് ആയിട്ടുള്ള കാർഡ് ബേസ്ഡ് ലോഞ്ച് ആക്സസിൽ നിന്നും അവർ പിന്മാറുക എന്ന് പറയുമ്പോൾ അവരുടെ ബിസിനസ്സിനെ വലിയ തോതിൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമായതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോക്കിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് എക്സിറ്റ് ആവുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇവർ ഈ ലോഞ്ച് ആക്സസിൽ നിന്ന് പിന്മാറാനുള്ള കാരണം ഇവരൊരു പ്ലാറ്റ്ഫോം അഗ്രിഗേറ്ററാണ്. അതായത് ഇവർ നേരിട്ട് റെസ്റ്റോറൻറ്റോ ലോഞ്ചോ നടത്തുന്നൊന്നുമില്ല. ഇവർ മറ്റ് റെസ്റ്റോറൻറ്റുകളുമായി പാർട്ട്ണർഷിപ്പിലൂടെയാണ് നടത്തുന്നത്. ഇപ്പോൾ ട്രാവൽ ഫുഡ് സർവീസസ് ഇവരുടെ ഒരു പാർട്ട്ണറാണ്. അദാനി ഡിജിറ്റൽ, സമോലിന കിച്ചൺ, എൻക്ലാം ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ പല റെസ്റ്റോറൻറ്റ് ഫുഡ് സർവീസ് കമ്പനികളുമായിട്ടുള്ള ടൈപ്പിലൂടെയാണ് ഇവർ ഈ ലോഞ്ച് ആക്സസ് നൽകുന്നത്. അപ്പോൾ ബാങ്കിനും ഈ റെസ്റ്റോറൻറ്റ് ചെയിനുകൾക്കും ഇടയിലുള്ള ഒരു മിഡിൽ മാൻ ആയിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. പക്ഷെ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഈ റെസ്റ്റോറൻറ്റ് കമ്പനികൾ, പ്രത്യേകിച്ച് അദാനിയുടെ നേതൃത്വത്തിലുള്ള കമ്പനികൾ, പ്രത്യേകിച്ച് അദാനിക്ക് പല എയർപോർട്ടുകളും സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ അവർ ചിന്തിച്ചത് എന്തിന് ഈ ബാങ്കുകൾക്കും കസ്റ്റമേഴ്സിനും ഇടയിൽ ഇത്തരം ഒരു മിഡിൽ മാൻ ആവശ്യമില്ല എന്നും നേരിട്ട് തന്നെ ബാങ്കുമായി ഇടപാട് നടത്താം എന്നുമുള്ള ഒരു ലെവലിലേക്ക് അവർ ചിന്തിക്കുകയും അങ്ങനെ അതിനെതിരെ ഡ്രീം ഫോക്സ് കോടതിയിൽ പോവുകയും എന്നാൽ കോടതി ഡ്രീം ഫോക്സിനെതിരെയുള്ള വിധിയാണ് പ്രസ്താവിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവർ എക്സിറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഡ്രീം ഫോക്സ് ഓൾറെഡി ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക് പോലെയുള്ള പ്രമുഖ ബാങ്കുകളുമായിട്ടുള്ള അവരുടെ ചില കോൺട്രാക്റ്റുകൾ അവസാനിപ്പിച്ചതായിട്ട് അവർ മുമ്പ് അനൗൺസ് ചെയ്തിരുന്നു. അപ്പോൾ ഡ്രീം ഫോക്സിൽ ഇത്തരത്തിലുള്ള ഒരു ഡെവലപ്മെൻറ്റ്സ് നടക്കുമെന്ന് ഫോറിൻ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്നു. നമ്മൾ അവരുടെ ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഈ കാര്യം നമുക്ക് വ്യക്തമാകും. ഇപ്പോൾ 2023 മാർച്ചിൽ 11% ഉണ്ടായിരുന്ന ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് ഇപ്പോൾ നമ്മൾ കാണുന്നത് 0.66% മാത്രമാണ്.
അതേപോലെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിന്റെ 9% ഹോൾഡിംഗ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് അതിപ്പോൾ കുറഞ്ഞിട്ട് വെറും 3% കുറഞ്ഞിരിക്കുകയാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വിറ്റ സ്റ്റോക്കുകളൊക്കെ വാങ്ങിക്കൂട്ടിയത് റീറ്റെയിലേഴ്സ് ആണ്. റീറ്റെയിലേഴ്സിന്റെ ഷെയർ ഹോൾഡിംഗ് ഇപ്പോൾ 30% കൂടുതലായിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് ബിഗ് ഇൻവെസ്റ്റേഴ്സിന് ഇൻഫർമേഷൻസ് വളരെ അഡ്വാൻസ് ആയിട്ട് ലഭിക്കുകയും അവർ അത് റീറ്റെയിലേഴ്സിന്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് രക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി നമ്മൾ അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള ചില സ്റ്റോക്കുകളേക്ക് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് നിഫ്റ്റി 50യും നിഫ്റ്റി നെക്സ്റ്റ് 50യും ചേർന്ന ടോപ്പ് 100 സ്റ്റോക്കുകൾ നമ്മുടെ മാർക്കറ്റിൽ കാണാൻ കഴിയും. അപ്പോൾ ഈ 100 സ്റ്റോക്കുകളുടെ ഒരു പ്രത്യേകത ഇവയൊക്കെ 1 ലക്ഷം കോടിക്ക് മുകളിൽ മാർക്കറ്റ് ക്യാപ്പുള്ള ലാർജ് ക്യാപ് കമ്പനികളാണ്. അപ്പോൾ ഇവയിൽ പല സ്റ്റോക്കുകളും നല്ല സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും കാണിക്കുകയും കഴിഞ്ഞ 5 വർഷത്തെ അവരുടെ റിട്ടേൺ നിഫ്റ്റിയേക്കാൾ മെച്ചപ്പെട്ട റിട്ടേൺ നൽകുകയും ഒക്കെ ചെയ്തിട്ടും ഈ സ്റ്റോക്കുകൾ ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നത് 15% താഴെയുള്ള PE റേഷ്യോയിലാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഈ സ്റ്റോക്കുകളെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ഒരിക്കലും ഒരു ബൈങ് റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടേതായ ഒരു പഠനത്തിന് വേണ്ടി റെഫറൻസിന് വേണ്ടി മാത്രം ഇവിടെ പറയുകയാണ്. അതിലൊന്ന് പവർ ഫിനാൻസ് കോർപ്പറേഷൻ ആണ്. ഇതിന്റെ PE ഇപ്പോൾ 5.54 എന്ന ഒരു ലോ PEയിലാണ് ഈ സ്റ്റോക്ക് നമ്മൾ കാണുക. ഇതിന്റെ കഴിഞ്ഞ 12 മാസത്തെ സെയിൽസ് ഗ്രോത്ത് 16%, പ്രോഫിറ്റ് ഗ്രോത്ത് 17%. അതുപോലെ CAGR ഗ്രോത്ത് ആനുവലൈസ്ഡ് റിട്ടേൺ ഓരോ വർഷവും ഇത് നൽകുന്നത് 40%. അടുത്തത് കാനറ ബാങ്ക് ആണ്. അതിന്റെ PE റേഷ്യോ 5.67% ആണ്. ഇതിന്റെ സെയിൽസ് ഗ്രോത്ത് 8.5ഉം പ്രോഫിറ്റ് ഗ്രോത്ത് 18.4ഉം ആണ്. CAGR റിട്ടേൺ ഇയർലി 42% ആണ്. അതുപോലെ REC അഥവാ റെക്ക് എന്ന് പറയുന്ന ഈ സ്റ്റോക്ക് 5.99 ആണ് ഇതിൻ്റെ PE റേഷ്യോ. 17% ഇതിൻ്റെ സെയിൽസ് ഗ്രോത്ത്. അതുപോലെ 15% പ്രോഫിറ്റ് ഗ്രോത്ത്. 36% ഒരു CAGR ഇയർലി റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് നൽകിയിട്ടുള്ളത്. അടുത്തത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. 7.73 ആണ് ഇതിൻ്റെ PE റേഷ്യോ. 13% സെയിൽസ് ഗ്രോത്തും 41% പ്രോഫിറ്റ് ഗ്രോത്തും 27% ഇയർലി CAGR റിട്ടേണുമാണ് ഈ സ്റ്റോക്ക് നൽകിയിട്ടുള്ളത്. അതുപോലെ ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് 9.74 ആണ് ഇതിൻ്റെ PE റേഷ്യോ. 11% സെയിൽസ് ഗ്രോത്തും 57% പ്രോഫിറ്റ് ഗ്രോത്തും കാണിച്ചിട്ടുള്ള ഈ സ്റ്റോക്ക് 33% അതിൻ്റെ ഇയർലി റിട്ടേൺ നമ്മൾ കാണുന്നത്. അടുത്തത് NTPC ആണ്. 13 എന്ന ലെവലിലാണ് ഇതിൻ്റെ PE റേഷ്യോ. ഇതിൻ്റെ സെയിൽസ് ഗ്രോത്ത് 1.47 ആണെങ്കിൽ പ്രോഫിറ്റ് ഗ്രോത്ത് 11.89%. CAGR റിട്ടേൺ 30% മുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ശ്രീറാം ഫിനാൻസ് 13 എന്നുള്ള PE റേഷ്യോയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 19% സെയിൽസ് ഗ്രോത്തും 13% പ്രോഫിറ്റ് ഗ്രോത്തും ഈ സ്റ്റോക്കിലുണ്ട്. 37% ഒരു CAGR റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് മൊത്തത്തിൽ ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.